അപ്പോൾ ഈ വണ്ടിയാണ് കേട്ടോ നമ്മൾ ഓടിക്കാൻ പോണത്. ഇത് താറിൽ ആദ്യമായിട്ട് കയറിയിരിക്കല്ലേ. 21,80,000 രൂപയുടെ വണ്ടിയിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അതാണ് ഈ വണ്ടിയൊക്കെ ഇത്രയധികം ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞതിന്റെ കാരണം ലാഗ് അല്ല, പക്ഷെ ഷിഫ്റ്റ് ചെയ്യണത് ഗിയർ ഷിഫ്റ്റ് ആവണത് അറിയുന്നുണ്ട് നമ്മൾ. ഇവിടെ കലക്കൊണ്ട് തന്നെ നമ്മുടെ 120 പോയി അറിയ പോലും ഇല്ല. ഇതറിയണ്ടേ? അയ്യോ അയ്യോ സംഭവം വണ്ടി ഓടിച്ചു നോക്കി ഗൈസ്. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്കോർപിയോ കാണാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. സ്കോർപിയോ N അതാണ് ഇനി നെക്സ്റ്റ് അല്ലേ. എന്തായാലും നമുക്ക് അവിടേക്കൊന്ന് പോയി വിശേഷങ്ങൾ അറിഞ്ഞിട്ട് വരാം. എന്തായാലും ഗൈസ് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടത് ഒരു വൈറ്റ് വണ്ടിയാണ് കേട്ടോ. വൈറ്റ് വണ്ടി കാണാൻ നല്ല രസമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗ്രില്ല് വൈറ്റ് കളർ അടിച്ചിട്ടുള്ള കാര്യം ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്. എന്തായാലും നോക്കട്ടെ ഗൈസ്. നമ്മൾ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ എന്തായാലും താറ് എന്ന് പറഞ്ഞ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഇതേപോലെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് ഓടിച്ചു നോക്കാൻ. ഇത് ഓടിക്കണല്ലേ? റൗണ്ട് ഓടിച്ചോ? വെറുതെ. അപ്പോൾ ഈ കിടക്കണ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി നമുക്കൊന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം മനസ്സിൽ എന്താ തോന്നണേന്നുള്ളത് ഇവിടെ നമുക്ക് പറയാം. ഇത് നമ്മളുടെ ഇവിടുത്തെ മെയിൻ ആളാണ്. നമ്മുടെ വീടിൻ്റെ എവിടെയാണ് അവൻ്റെ വീടിൻ്റെ പേര്? ഷിൻഡോ. അപ്പോൾ ഇവിടെ എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഷിൻഡോനെ ബന്ധപ്പെട്ടാൽ മതി. പിന്നെ നമ്പർ ഇവിടെ ഉള്ളതല്ലേ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഞങ്ങളിത് വന്നപ്പോൾ തന്നെ ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം ബാക്കി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിക്കാൻ വിട്ടേക്കുക. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ. അപ്പോൾ ഈ വണ്ടിയാണ് കേട്ടോ നമ്മൾ ഓടിക്കാൻ പോണത്. ഒന്ന് ഓടിച്ച് നോക്കട്ടെ. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇതേവരെ താറ് ഓടിക്കാത്തത് കൊണ്ട് തന്നെ അറിയില്ല. അപ്പോൾ നിലവിൽ ഇതിൻ്റെ താറിൽ ആദ്യമായിട്ട് കയറിയിരിക്കല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഓടിച്ച് നോക്കിയിട്ടുള്ള കാര്യങ്ങളെ കൂടി നമുക്കൊന്ന് അഭിപ്രായം പറയാം. ഇതിപ്പോൾ എന്തായാലും അടിപൊളിയാണ്. ഇത് നമ്മളുടെ ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും കൂടിയ മോഡൽ അല്ലേ ചേച്ചി? LX വേരിയന്റ്. ഇതിനും കൂടിയ വണ്ടി ഇല്ല. ഇതിന്റെ വിലയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള 21,80,000 രൂപ എന്ന് പറയുന്നത് അല്ലേ. 21,80,000 രൂപയുടെ വണ്ടിയിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പം നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതല്ല, അപ്പുറത്ത് കിടക്കുന്നതാണ് ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്. അപ്പം ആ വണ്ടി ഓട്ടോമാറ്റിക് അല്ലാത്തതുകൊണ്ട് തന്നെ അത് ഓടിച്ച് നോക്കണില്ല. ഇത് ഓടിച്ച് നോക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ റൗണ്ടൊന്ന് പോവാം. ഇത് ഓടിക്കുമ്പോഴത്തെ ഫീലില്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് XUV-കളൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിലും ഇത് ആ ഒരു ഫീലല്ല കേട്ടോ. അപ്പം ഇന്നലെ നമ്മൾ ജിമ്മിയുടെ ഉള്ളിൽ കയറിയിരുന്ന് അതിൻ്റെ സീറ്റിംഗ് പൊസിഷനും ഈ വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷനും പുറത്തേക്കുള്ള വ്യൂവിൻ്റെ ആംഗിളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസം. അത് നമ്മൾ വെറുതെ വണ്ടി കയറിയിരിക്കുകയല്ല, വണ്ടി കയറിയിരുന്ന് ഓടിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊത്തത്തിലുള്ള ഭയങ്കര രസമാണ് കേട്ടോ. അതാണ് ഈ വണ്ടിയൊക്കെ ഇത്രയധികം ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ കാരണം. എനിക്ക് തോന്നുന്നു വണ്ടി ഓടിക്കാനുള്ള ഒരു ഇതുകൊണ്ടൊക്കെ കുറച്ച് ദൂരം നമ്മൾ ഓടിച്ചു നിലവിൽ. പക്ഷെ ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാല് കൊടുത്ത് ഓടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇവിടുത്തെ ബ്ലോക്ക് കഴിഞ്ഞ് കുറച്ചുകൂടി ഒന്ന് മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് കാല് കൊടുത്ത് ഓടിക്കാൻ പറ്റും എന്ന് വിചാരിക്കണം. അപ്പൊ അറിയുള്ളൂ. സംഭവം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ലാഗ് അല്ല, പക്ഷെ ഷിഫ്റ്റ് ചെയ്യണത് ഗിയർ ഷിഫ്റ്റ് ആവണത് അറിയുന്നുണ്ട് നമ്മള്. സാധാരണ മറ്റേ ഒരു ഗിയർ ബോക്സ് ഇല്ലേ, അതാകുമ്പോ മൈലേജ് സംഭവം കുറയും. ഇത് മറ്റേ ഇതിലാണ് കിടക്കുന്നത്, ഹൈബ്രിഡ് വർക്ക് ചെയ്യും അല്ലേ. അതന്നെ, അതായത് വണ്ടി ചെന്ന് സ്ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെത്താൻ വണ്ടി ഓഫ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ്. അപ്പൊ അതൊക്കെ നല്ലൊരു ഇതാണ്. പക്ഷെ ഈ സൈഡ് ആയ കാരണം ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഓഫ് റോഡ് പർപ്പസ് കൂടി നമ്മൾ നോക്കി നോക്കുകയാണ്, സ്റ്റെബിലിറ്റി ഒക്കെ അറിയാനായിട്ട്. കുഴപ്പമില്ല. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലയിടത്തും ബ്ലോക്ക് ഉണ്ടെങ്കിൽ സൈഡ് പറമ്പ് വല്ലതും കിട്ടുകയാണെങ്കിൽ പറമ്പിക്കടെ കയറ്റി കൊണ്ടുപോയി അപ്പുറത്ത് ചാടാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ വണ്ടി വേണ്ടെന്നും പറയണേ. പേടിയുണ്ടല്ലേ ചെറുതായിട്ട്? സമാധാനം ഉണ്ടാവില്ല ഇനി ഇതൊക്കെ പേടിച്ച. അങ്ങനെ നീ പേടിക്കണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോഴല്ല പരീക്ഷണം ചെയ്യുള്ളൂ. നീ കൂടിയുള്ളപ്പോ ചെയ്യില്ല. ഇങ്ങനെ ഇരിക്കുമ്പോണ്ടല്ലോ റോഡ് മൊത്തമായിട്ട് കാണുന്ന ഫീലിംഗ് ആട്ടോ. നല്ല ഹൈറ്റിലിരിക്കണ. അത് ശരിയാ, ഭയങ്കര രസമാണ് വണ്ടിയിൽ ഇരുന്നുള്ള ഓടിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഈ കണ്ട വണ്ടികൾ നമ്മൾ ഓടിച്ചിട്ടുണ്ടെങ്കിലും വലിയ എന്താ പറയാ, വലിയ വണ്ടിയിൽ കാരണം സെയിം ഫീല് അടിപൊളിയായിട്ട് സംഭവം. അപ്പൊ എന്തായാലും കുറച്ച് നേരം കൂടി മുന്നിലേക്ക് ഒന്ന് സുഖമായിട്ട് ഓടിച്ചിട്ട് ബാക്കി വിശേഷം പറയാതെ നന്നാവുക. ചേച്ചി 73 കിലോമീറ്റർ ഓടാനുള്ള ഡീസലുണ്ട്. അപ്പൊ ഒരു 35 കിലോമീറ്റർ അങ്ങോട്ട് പോയാലോ എന്ന്. അപ്പൊ തിരിച്ചിവിടെ 35 കിലോമീറ്റർ ആണ് തിരിച്ചെത്താം. അപ്പൊ ഡീസൽ കഴിഞ്ഞോളും. അതെ, അപ്പൊ എന്തായാലും നോക്കട്ടെ. സംഭവം കുറച്ച് ആ 4 ലൈൻ മാറി നമുക്ക് 6 ലൈനിലേക്ക് അങ്ങോട്ട് കയറിനോട് കൂടിയിട്ട് ഒന്ന് കാല് കൊടുത്ത് ഓടിക്കാൻ പറ്റും. ഇതിന്റെ ടോപ്പ് എൻഡ് ഒക്കെ എന്തുവരെ പോകും
എന്നുള്ളതൊക്കെ ഒന്ന് നോക്കണ്ടേ നമ്മള്. അപ്പൊ അതൊക്കെ നോക്കാം. ഈ ഓഫ് ആവണ ബട്ടൺ നമുക്ക് ഓഫ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ചേച്ചി. ഇത് അതിന്റെ ബട്ടൺ ഏതായിരുന്നു? സ്മാർട്ട് ഇതെന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ അറിയാമോ? ഇതില എന്നാ വേണ്ട കിടന്നോട്ടെ. നല്ലതാണ്. പക്ഷെ ഇത് XUV-ക്ക് ഉണ്ട്, 500ക്ക് ഉണ്ടായിരുന്നു. അത് ഞാനത് ഓഫ് ചെയ്ത് ഇടാറ പതിവ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും, ഓൺ ആവും. പിന്നെ അത് തന്നെയല്ല, ബാറ്ററി ഒക്കെ ലേശം കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ AC ഓഫ് ആവുമല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വഴിയിൽ തള്ളാണ്ട് വരും ബാറ്ററി കുറവാണെങ്കിൽ. പിന്നെ പുതിയ വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല, അത് ഓണായി കിടന്നോട്ടെ. പിന്നെ മൊത്തത്തിൽ സ്പീക്കറാണോ? സ്പീക്കർ പിന്നെ ഇതിലൊക്കെ ഇത്ര പരിധി വരെ വാട്ടർ പ്രൂഫിംഗ് അല്ലേ ചേച്ചി? അതെങ്ങനെയാ അറിയോ? അതെ അല്ലെ. അപ്പൊ അത് കാരണം മറ്റേ വെള്ളം, വണ്ടിയിൽ വെള്ളം കയറുകയാണെങ്കിൽ അതിൽ വെള്ളം കയറി ഇതിൽ വെള്ളം കയറി നിന്നു. നമ്മൾ കടലിൽ ഇറങ്ങിയപ്പോ കഴിഞ്ഞ ദിവസം വർഷത്തിൽ കൊണ്ടിട്ടില്ലേ, ആ ഒരു സംഭവം ഇതിന് വരില്ല. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. ഇതാ നീ പറയണ പോലെ ഇത് വേണ്ട വേണ്ടെന്ന് പറയുമ്പോ അതിന്റെ കാരണങ്ങളും ഗുണങ്ങളും കുറെ ഉണ്ട്. വേണമെന്ന് പറയൂ അല്ലെ ചേച്ചി? വേണമെന്ന് പറയൂ. അല്ല, ഇതിൽ കയറി ഇരുന്നപ്പോ എനിക്ക് ഇഷ്ടമായി. ഇരിപ്പ് വേറെ ഏതെങ്കിലും വണ്ടിയിൽ ശരിയാട്ടോ, ഒരു പ്രത്യേക ഫീൽ ഉണ്ട്. അതില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഡീസൽ അല്ലേ? പക്ഷെ ഇതിന്റെ ഒരു സൗണ്ട് വണ്ടിയുടെ ഉള്ളിലേക്കില്ല. ഇല്ല, അത് ഞാൻ ശ്രദ്ധിച്ചു. ഇതിന്റെ ഇരട്ടി സൗണ്ട് ആ വണ്ടി. അതെ അതെ, അത് ഞാൻ ശ്രദ്ധിച്ചു. ഇത് വണ്ടിക്ക് സൗണ്ട് മാത്രല്ല നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാനൊക്കെ നല്ല. അപ്പൊ ഇതിനും സൗണ്ട് കുറവാവൂലോ മറ്റേ വണ്ടിക്ക്? അല്ല, പെട്രോൾ അല്ല ഉദ്ദേശിച്ച, മറ്റേ അല്ല നമ്മുടെ അതന്നെ. ഇത് എംഹോക്ക് എഞ്ചിനാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CRD എഞ്ചിനാണ് കേട്ടോ വരുന്നത്. 1500 cc. ഇത് 2000 cc അല്ലേ? ഇത് 2200. അപ്പൊ പിന്നെ മൈലേജ് ഒക്കെ കുറയും. അതിന് ഒരു 18 വരെ പറയണ്ട് അല്ലേ? 16 കിട്ടുന്നുണ്ട്. ഇതിന് ചിലപ്പോൾ 10-12 തന്നെയാണ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അറിയില്ല. എന്തായാലും നമ്മൾ മേടിച്ച് കുറച്ചാൾ ഉപയോഗിച്ചാൽ നമ്മളുടേതായ രീതിയിൽ ഓടിക്കുമ്പോൾ എത്ര മൈലേജ് കിട്ടും എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്ലോക്ക് ഉണ്ടാവില്ല. ഇവിടെ നിന്ന് കലക്കൊണ്ട് തന്നെ താറ് ഓഫ് റോഡ് മാത്രമല്ല, മാറ്റണം. ഇവിടെ പിന്നെ നമുക്ക് ഓഫ് റോഡ് ഇല്ലല്ലോ. അല്ലെങ്കിൽ വല്ല വഴിക്കും പോയിരുന്നു. ഇനീഷ്യലി അങ്ങനെ പറഞ്ഞിട്ട് പവർ കയറണമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ സ്വിഫ്റ്റ് കയറണ പോലെ അത്ര അങ്ങനെ കയറണമെന്ന് പറയാൻ പറ്റില്ല. ഇല്ല, ഇത് ഇതല്ലേ ടോപ്പൊക്കെ മറ്റേ ടൈപ്പ് അല്ലേ? അപ്പൊ അതുകൊണ്ട് കാറ്റുള്ളിലേക്ക് ശബ്ദമൊക്കെ നന്നായിട്ടുണ്ട്. നമ്മുടെ കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഫീൽ അല്ല, ഒരു കാറ്റ് മൊത്തത്തിൽ കാറ്റ് പിടിക്കണ പോലെ. പിന്നെ ശബ്ദം ഭയങ്കര, കാറ്റിന്റെ ശബ്ദം ഭയങ്കര കൂടുതലാ. നമ്മുടെ 120 പോയി അറിയ പോലും ഇല്ല അല്ലേ? ഇതറിയണ്ടേ? അതെന്താണെന്നറിയോ? ശബ്ദം കൊണ്ട് അറിയണേട്ടോ, അല്ലാണ്ട് അറിയണില്ല. വണ്ടിയുടെ എഞ്ചിൻ സൗണ്ട് അല്ല, കാറ്റിന്റെ ശബ്ദം കൊണ്ട്. സാധാരണ ഗ്ലാസ് ഒക്കെ തുറന്നിട്ടുണ്ട് ഓടിക്കില്ലേ, ആ ഒരു രീതിയിൽ അറിയണ്ട്. ഇത് ടോപ്പ് സ്പീഡ് എത്ര വരെ പോകുന്നു പറഞ്ഞിട്ടുണ്ടോ? അല്ലാണ്ട് 130 ആയി, 140 ആയി. 140ക്ക് ഓടിക്കുമ്പോ എന്താണെന്നറിയോ? സ്റ്റെബിലിറ്റി ഭയങ്കര കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞ കാർ ഷേപ്പ് വണ്ടിയല്ലല്ലോ, ഇത് ജീപ്പ് ഷേപ്പ് അല്ലേ? അപ്പൊ പക്ഷെ നമ്മളുടെ മറ്റുള്ള വണ്ടികൾ അങ്ങനെ തോന്നില്ല കേട്ടാ. ഇവരുടെ തന്നെ ആയാലും സ്കോർപിയോ അല്ലെങ്കിൽ ഇപ്പോ 500 ഒക്കെ ഓടിക്കുകയാണെങ്കിൽ ആ ഒരു ഫീൽ ഇല്ല. അത് കാറിന്റെയും കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് ആയതുകൊണ്ട് പ്രശ്നം. ഇത് പക്ക ഓഫ് റോഡ് പോലത്തെ സംഭവം ആയതുകൊണ്ടേ 140 ഒക്കെ എത്തുമ്പോഴേക്കും ജെർക്കിംഗ് അല്ല, നമുക്ക് തന്നെ ആക്സിഡന്റ് കാലെടുക്കാൻ തോന്നും. പിന്നെ കൊടുക്കണ്ട എന്നുള്ളൊരു തോന്നല്. മറ്റേത് നമ്മൾ എത്ര സ്പീഡിൽ പോവാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് തോന്നില്ലല്ലോ. അങ്ങനെ ഉണ്ട് ഒരു ഗുണം. അത് നമ്മൾ വ്യത്യാസമുണ്ട്. പിന്നെ ഈ ഇനീഷ്യൽ പവർ നമ്മൾ പെട്ടെന്ന് അങ്ങനെ കയറുന്നില്ല. എല്ലാം തന്നെയാണ് വണ്ടി ഓടി പവർ കയറുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഓടിക്കുമ്പോ നമുക്കിങ്ങനെ വളവില് ആക്സിലേറ്ററിന് കാലെടുക്കേണ്ട വരില്ല, മനസ്സിലായോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലേറ്ററിന് നമ്മൾ ഓട്ടോമാറ്റിക്കലി കാല് അഴിച്ചു പോകുന്നത്. അറിയൊന്നുമില്ല, അറിയാൻ ചാൻസ് ഇല്ലല്ലോ ചേച്ചി.
അറിയില്ലെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അല്ല ഈ പ്രതിഷേധം പറഞ്ഞിട്ടില്ലേ ജീപ്പ് ടൈപ്പ് ഒക്കെ? ആ ടൈപ്പ് അല്ല ഇതിന്റെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാറിയില്ലേ. ജീപ്പ് ടൈപ്പ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ മാറി. ഇതിപ്പോ നമ്മൾ അതന്നെ അതല്ല ഞാൻ പഴയ കാലത്ത് ജീപ്പ് എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഇത് പറയും. ഇപ്പൊ ഇത് മഹീന്ദ്ര എന്ന് മാത്രം പറയണം. അതന്നെ മഹീന്ദ്ര എന്ന് മാത്രം പ്രത്യേകം പറയാം. നമുക്ക് ഈ ഫ്ലൈ ഓവറിന്റെ താഴത്തേക്കടെ ഇങ്ങനെ റൗണ്ട് അടിച്ചു പോകാം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ പേര് നമ്മൾ ഇനി ജീപ്പ് എന്ന് പറയരുത്, താറെന്ന് പ്രത്യേകം. അത് മഹീന്ദ്ര താറെന്ന് പറയണം. സംഭവം അപ്പൊ നിലവില് കുഴപ്പമില്ല കേട്ടാ. ഗിയർ മാറുന്നതിന് ലാഗ് ഒന്നും ഇല്ല സംഭവം. പക്ഷെ ഇതില്ല, എന്താ വലിയ കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് ഇത്ര വലിയ ഇല്ല. ഞാൻ ചവിട്ടുണ്ടല്ലോ, ചേച്ചി ഒന്ന് പിടിച്ചിരുന്നു. ചവിട്ടും ഞാൻ. അയ്യോ ചേച്ചി നിന്റെ ഷോറൂം ഒന്ന് കയറി. ഇല്ല അതല്ല, എനിക്ക് പെട്ടെന്ന് പേടി. ഞാനതൊന്ന് ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്താ കുഴപ്പമില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണ്ടോന്നും കൂടി അറിയണ്ടേ. കമ്പനിക്കാര് എയർ ബാഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് പൊട്ടിച്ച് നോക്കേണ്ടി വരുമെന്ന് പറയാ. ചേട്ടാ ഇതിനകത്ത് അതിന്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതുകൊണ്ട് ഇടിപ്പിക്കേണ്ടി വരും. ഇത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതേ പറ്റുള്ളൂ. കാര്യം പറഞ്ഞിട്ട് സാധനം ഇല്ലെങ്കിൽ അതിന്റെ ഉള്ള ഏതെങ്കിലും കോർണറിൽ കൊണ്ട് ഇടിപ്പിച്ചാൽ മതി. സംഭവം കുഴപ്പമില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഹൈവേ കട പിടച്ചു പോകേണ്ട പർപ്പസിനൊന്നും ഇവൻ പോരാ. അത് നമ്മളുടെ മറ്റുള്ള ഇവരുടെ തന്നെ സ്കോർപിയോ പോലത്തെ വണ്ടിയോ അല്ലെങ്കിൽ XUV പോലത്തെ വണ്ടിയാണെങ്കിൽ ഓക്കെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഓഫ് റോഡ് ഇങ്ങനത്തെ പർപ്പസിൽ 140 വരെ അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോവാം. കുഴപ്പമില്ല. അതിന്റെ മുകളിലേക്കില്ല. നമ്മളിപ്പോ സ്വിഫ്റ്റ് ആണെങ്കിൽ 170 വരെയൊക്കെ പോകണില്ലേ. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ കേറിയില്ല. ഇപ്പൊ ഈ റൂട്ടിൽ നമ്മൾ കാല് മാക്സിമം കൊടുത്തിട്ട് 140ന്റെ മുകളിലേക്ക് വരുന്നില്ല. ഇല്ല അല്ലേ? അതും ശരിയാണ് കേട്ടാ. അത് ഓക്കെയാണ്. പിന്നെ ഉള്ളിലേക്കുള്ള സൗണ്ട് ഉണ്ട് ചെറുതായിട്ട്. അതപ്പോ ഈ സോഫ്റ്റ് ടോപ്പ് ഒക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ശബ്ദമാവുമല്ലോ അല്ലേ? വരുന്നില്ല ഇപ്പൊ? ആണോ? മറ്റേ നിർത്തിയപ്പോ ഇറങ്ങണില്ല അല്ലേ? ഓക്കെ. നോർത്തിൽ എങ്ങനെ വരണമെന്നുള്ള അറിയില്ല. ഓക്കെ, മനസ്സിലായി. പക്ഷെ അതാവുമ്പോ ഭയങ്കര സൗണ്ട് ഔട്ടോ. അപ്പൊ ഹൈവേയിലൊക്കെ പോകണ സമയത്ത് പഴയ കാലത്ത് ജീപ്പ് ഓടിക്കുമ്പോ പായ അടിക്കില്ലേ, അതേപോലെ ഭയങ്കര ഇത് വരും. ഇത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഫുൾ കംഫർട്ട് അല്ല. കുഴപ്പമില്ല. ഓരോ വണ്ടിക്ക് ഓരോ ഗുണം ഉണ്ടെങ്കിൽ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവും. നമുക്ക് എല്ലാ ഗുണവും ഒരു വണ്ടിയിൽ തന്നെ കിട്ടുന്നതാണെങ്കിൽ കഴിഞ്ഞാൽ അത് കിട്ടും. ഒന്ന് ഓടിച്ചു നോക്കിയോ? വേണ്ട, ആഗ്രഹമില്ല. വേണ്ട. ഞാൻ നിർബന്ധിച്ച് ഓടിപ്പിച്ചിട്ട് അതിന്റെ ഗുണഗണങ്ങൾ പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്കിഷ്ടായി. ഞാനേ ഇങ്ങനെ കാണുമ്പോ ഒക്കെ നമ്മളിങ്ങനെ വിചാരിക്കേ ഇത് റഫ് ആയിട്ടുള്ളതാണല്ലോ, അങ്ങനെ ഒരു അതാ ഞാൻ പറഞ്ഞു. ഇരുന്നപ്പോ എനിക്കത് ഇഷ്ടമായി. വണ്ടി സോഫ്റ്റ് വണ്ടിയാണ് കേട്ടോ. ആക്ഷൻ ഹൈവേലാന്ന് വിചാരിച്ചിട്ട് ആക്ഷൻ കുറവോ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ചാട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു ഇല്ല. ശരിക്കും മറ്റേ നമ്മുടെ വലിയ വണ്ടി ഓടിക്കുന്ന സെയിം ഇത് തന്നെയാണ്. അല്ലാണ്ട് ഞങ്ങൾ ഓടിക്കുന്ന ആൾക്കാരോ അതാണ് പ്രശ്നം. ഞങ്ങൾക്ക് അങ്ങനെ ചെറിയ അസുഖമുള്ള ആൾക്കാരാണ്, അതാണ് ഒരു ചെറിയ പ്രശ്നം. ഞങ്ങൾ ഹൈവേ കണ്ടു കഴിഞ്ഞാൽ വിടാറില്ല. ഹോൺ കമ്പനി ഇതാണ് അല്ലേ? ഇത് എന്താ പറയാ, ഇങ്ങനത്തെ XUV ടൈപ്പ് വണ്ടിക്ക് പറ്റിയ ഫോണല്ല ഇത്. ഇത് ഫോക്സ് വാഗന്റെ ഒക്കെ പഴയ കാലത്തെ ഹോൺ പ്ലസ് ഫോണായി പോയി. സംഭവം റെഡ് അല്ലേ? 5 കളർ വരുന്നത് നമുക്ക്. വൈറ്റ്, റെഡ്, ബ്ലാക്ക്, ഇങ്ങനെയുള്ള വീശ് വരുമ്പോഴാണ് ഞാൻ പറയണേ. ഇത് നമുക്ക് ഹൈറ്റ് കണ്ടമാനം കൂടി നിൽക്കുന്നതുകൊണ്ടേ നമ്മൾ ഇതിപ്പോ ഒരു 100-ലാണ് ഞാനിപ്പോ ഓടിച്ചത്. ഇത് നമ്മുടെ വണ്ടിയൊക്കെ ആണെങ്കിൽ 160-ലായാലും കാലഴിക്കാണ്ട് നമുക്ക് ആ പാലത്തേക്കടെ ഇങ്ങനെ കാലെടുത്ത് പോകാൻ പറ്റും. ഇതെന്ന് പറയുമ്പോ ഒരു 120 കഴിഞ്ഞാൽ കാലഴിച്ചിട്ടേ വീശാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ചെറിയ ഇതുണ്ട്. അല്ലെങ്കിൽ വീശി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ചിലപ്പോൾ വണ്ടിക്ക് തോന്നിയോട്ട് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. നമ്മള് അങ്ങനെ നോക്കാൻ പറ്റില്ല. ഇവര് കയറിയിരിക്കുമ്പോ ഇവരില്ലെങ്കിൽ നോക്കായിരുന്നു. ഇവിടെ വണ്ടികളൊക്കെ പരിശോധിച്ചു തുടങ്ങിയിട്ട് മോദി വരാൻ തുടർന്ന്. ചേച്ചി, അപ്പൊ ഞങ്ങളിത് ആലോചിക്കുകയാണ് എന്താ വേണ്ടതെന്നുള്ളത്. ഉടനടി ഒരു അഭിപ്രായം പറയില്ല കേട്ടോ. അല്ല, നമുക്ക് 24 വണ്ടിയല്ലേ വേണ്ടു കൊടുക്കുകയാണെങ്കിൽ? 24 വണ്ടിയേ വേണ്ടു. 23 വണ്ടി വേണ്ട. അപ്പൊ പിന്നെ കുഴപ്പമില്ല.
ദിവസം ബുക്കിംഗ് ടൈം ഉണ്ട്. ഇത് വെഹിക്കിൾ വരാൻ അറേഞ്ച് ചെയ്യാനുള്ള ടൈം. പിന്നെ നമ്മൾ എന്നാണോ ബുക്ക് ചെയ്യുന്ന വെഹിക്കിൾ പ്രയോറിറ്റിക്കും എന്നാണോ ബില്ല് ചെയ്യുന്ന അപ്പോഴത്തേക്കും കൊണ്ടോട് പ്രൈസ് വരും. അപ്പൊ എന്തായാലും ഇവരെ ഷോറൂമിലേക്ക് എത്താറെ ഇനി വണ്ടി അവിടെ കൊണ്ടിട്ടുണ്ട് ബാക്കിയുള്ള സംസാരം അല്ലേ. പിന്നെ ഇനി എനിക്ക് ആ മറ്റേ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണമെന്നുണ്ട്. പക്ഷെ അതിന്റെ വില കേട്ടിട്ടാണ് ഞാനത് ഓടിക്കണം വേണ്ടേ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കാത്തത്. ഓടിച്ചാൽ അതും ഇഷ്ടപ്പെടുവേ. ഡ്രൈവ് എടുത്ത് നോക്കാം അല്ലെ. സ്കോർപ്പിയോ കൂടി ഒന്ന് ഓടിച്ചു നോക്കാൻ ഇത് എന്തായാലും വന്നതല്ലേ. ഓടിച്ചു നോക്കിയില്ല എന്നുള്ളൊരു തോന്നൽ വരാൻ പാടില്ല. വണ്ടി സംഭവമൊക്കെ ഓടിച്ചു ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ ഇതിൽ കയറി ഇറങ്ങാൻ വലിയൊരു മല്ലാണ് കേട്ടോ. കാരണം വെച്ചാൽ ചെറിയൊരു സ്പേസ് ഉള്ളു. മുത്തിന് വരെ കയറണം എന്ന് വെച്ച് കഴിഞ്ഞാലേ അല്ലേ വലിയൊരു സംഭവമാണ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇത്രാണ് ആ ഗ്യാപ്പുള്ളൂ. ഈ ഇല്ല അതിങ്ങനെ ആക്ക് ശരിക്ക്. അല്ലല്ല എങ്ങനെയോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് തന്നെ അവിടെ അവിടെ ഞെക്ക്. കണ്ടോ ഈ ഒരു ഗ്യാപ്പിക്കണ വേണം പൊത്തി പിടിച്ച് കയറാനായിട്ട്. എന്റെ പൊന്നെ ഇത് എളുപ്പല്ല. അമ്മ ഓ പിന്നെ ബാക്ക് സീറ്റിന് ചാരുണ്ടോ? ഇല്ല അല്ലേ. ബാക്ക് സീറ്റ് ചാരലൊന്നും ഇല്ല കേട്ടോ ഗൈസ്. അപ്പൊ അത് കാരണം അതും പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ ഇരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖമില്ല. ഫ്രണ്ടിലൊക്കെ ബാക്ക് പിന്നെ ഇവിടെ വെക്കാനൊക്കെ ഒരു ആക്സസറീസ് കിട്ടും കേട്ടോ. ഹാൻഡ് റെസ്റ്റ് പോലത്തെ സംഭവം. അത് വെച്ച് കഴിഞ്ഞാൽ കൈ നമുക്ക് ഇങ്ങനെ കയറ്റി വെച്ച് ഇല്ല ഇതൊക്കെ ഫിക്സഡ് ഗ്ലാസ്. പക്ഷെ ബോഡിയുടെ സൗണ്ട് കേട്ടോ നീ ഭയങ്കര ബോഡി സൗണ്ടാണ്. നമ്മൾ വണ്ടിയിൽ ഓടിക്കാൻ കേറിയത് നല്ല സ്പീഡിൽ പോകുമ്പോഴേ ഇതിന്റെ ഒക്കെ ശബ്ദങ്ങളുണ്ടെന്ന് നന്നായിട്ട്. ടോപ്പിൽ നിന്നൊക്കെ ഭയങ്കര ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും മൊത്തത്തില് വണ്ടി ഇഷ്ടപ്പെട്ടു, സംഭവം ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കട്ടെ എങ്ങനെയാണ് വേണ്ടത്. കുറെ നാളായി വണ്ടി എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കണം. ഇനി എന്തായാലും ഇത് മാറ്റാൻ രക്ഷയില്ല. അപ്പോൾ ഏതാ വേണ്ടത് ഫൈനൽ ഡിസിഷൻ മറ്റേ വണ്ടിക്കും ഒന്ന് ഓടിച്ചു നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം. അല്ലേ നീതേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കും അല്ലേ നീതേ എന്തേ ഇപ്പൊ എവിടെ വന്ന് നിക്കണേ. അടിപൊളിയായിട്ട് ഇതേ ആഗ്രഹം തീർക്കാം ഇങ്ങനെ. അല്ലാണ്ട് ഇപ്പൊ ഇത് മേടിക്കലൊന്നും ഉണ്ടാവില്ല. പോരെ. ഞങ്ങൾ ഈ വണ്ടി ഇന്നാൾ വന്നപ്പോൾ ഓടിച്ചു നോക്കിയതാണ് കേട്ടോ. XUV 700. പക്ഷെ എനിക്ക് ഈ വണ്ടി അത്ര വലിയ കാര്യമായിട്ട് ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതേ അതിനൊക്കെ എത്ര രസമായിരുന്നു താറ് ഓടിക്കാനായിട്ട്. ഇത് വലിയ എയിമില്ല. ഇനി സ്കോർപ്പിയോ ആണ് ഇതേവരെ ഓടിക്കാത്തൊരു സംഭവം കിടക്കണം അവിടെ. അപ്പോൾ ഇനിയിപ്പോൾ സ്കോർപ്പിയോ ഒന്ന് നോക്കണം. സ്കോർപ്പിയോ ഓടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. പിന്നെ ഇപ്പോൾ മഹീന്ദ്രയുടെ പിക്കപ്പും കാര്യങ്ങളൊക്കെയാണ് കിടക്കണം. പിന്നെ സ്കോർപ്പിയോ സാധാ സ്കോർപ്പിയോ ഉണ്ട്, പഴയ കാലത്തെ സ്കോർപ്പിയോ. പക്ഷെ അത് കണ്ട് മടുത്തു. 2000 കാലഘട്ടത്തിൽ ഇറങ്ങിയ വണ്ടിയാണ്. ഇപ്പോഴും ഇതിൻ്റെ ബോഡി ഒന്നും മാറ്റാണ്ടേ അതേപോലെ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എടുക്കണതിൽ ഇനിയിപ്പോൾ അർത്ഥമില്ല. സംഭവം ഈ വിലയ്ക്ക് ഈ വണ്ടി ബെസ്റ്റ്. പഴയ സ്കോർപ്പിയോ ആണ് പക്ഷെ സൂപ്പറാണ് സാധനം. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് കണ്ടു. ഇതൊന്ന് നോക്കി നോക്കട്ടെ. എന്തായാലും പഴയ വണ്ടിയാണെങ്കിലും ഇതെങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ള വേണമെങ്കിൽ ബാക്ക് സീറ്റ് മറ്റേ പോലെ ആക്കണമെങ്കിൽ ആക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. പല രീതിയിലുണ്ട്. ഇതൊന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. ഇത് പഴയ സ്കോർപ്പിയോ എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. എത്ര കാലഘട്ടം മുന്നേ ഇറങ്ങിയതാ. പിന്നെ ഇത്തിരി കൂടി ഒന്ന് റോയൽ ആക്കിയിട്ടുണ്ടെന്ന് മാത്രം. ഒരു ചെറിയ വ്യത്യാസങ്ങൾ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ, ഇൻറ്റീരിയറിൽ ടച്ച് സ്ക്രീന് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. സാധാ സ്കോർപ്പിയോ എവിടെ സെൻട്രൽ സീറ്റൊക്കെ അടിപൊളിയാണ്. ഇതൊന്നും ഉദ്ദേശിച്ച പോലെയല്ല. 4 പേർക്ക് സുഖമായിട്ടിരിക്കും. ഇതിന്റെ ഇത് മറ്റേ XUVയുടെ സെയിം അല്ലേ? വലിപ്പുണ്ട്. XUVനേക്കാളും കൂടുതൽ സ്പേഷ്യസ് ആണ് ഈ വണ്ടി. സ്കോർപ്പിയോ പുതിയത് ബെസ്റ്റാ. എന്താ ലുക്ക് അടിപൊളിയല്ലേ. ഇത് സാധാ സ്കോർപ്പിയോ എന്നെ പോലും അല്ല. ബാക്ക് എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും നോക്കി അടിപൊളിയായിട്ട്. അത് നോക്കണ്ടേ. 3, 8 പേര്. അതന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ ഇതിൽ പിന്നെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. ഇതിൽ കിടക്കാനുള്ള സ്പേസ് ഉണ്ടാവുമോ? എന്തായാലും അടുത്ത വണ്ടികളിൽ നിന്ന് ഓടിച്ചു നോക്കാം. എന്തായാലും ഓരോന്ന് ഇവിടെ വന്ന കാരണം കണ്ട് മനസ്സംതൃപ്തി അല്ലേ. അതൊരു ഭയങ്കര സാധനമല്ലേ. നമുക്കൊരു കാര്യം ചെയ്താലോ, എല്ലാ ദിവസവും ഓരോ വണ്ടികൾ ടെസ്റ്റ് ചെയ്യാൻ ഇതേപോലെ നടന്നാലോ. അത് നല്ല പരിപാടിയല്ലേ. പിന്നെ
പിന്നെ ടെസ്റ്റർ പ്രതീക്ഷയും ടെസ്റ്റർ നിധിയും അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി. എ സിയുടെ വെന്റ് ഇവിടെ ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടാ, 2024 തുടങ്ങിയിട്ടുള്ളൂ, തുടക്കത്തിലെ തന്നെ ടെസ്റ്റർമാർ ശരിയാ, തുടക്കത്തിൽ ഇറങ്ങിയേക്ക എടുത്താ മതിയായിരുന്നു ഒരു വണ്ടി. എടുക്കില്ല, പിന്നെ നമ്മൾ എടുക്കാണ്ടാണ് പിന്നെ അതിപ്പോ നോക്കി നടക്കുന്നത്. കൺഫ്യൂഷൻ ഉണ്ട്. ഏതെടുക്കണ്ടേ? കാറ് വേണോ? ഏതെങ്കിലും ഒന്ന് നമ്മൾ എടുക്കും, പിന്നെ ഒന്നുമില്ല. ഒരിക്കലും നമ്മൾ എർട്ടിക്ക വേണ്ട. ഇത് കണ്ടിട്ടൊക്കെ എർട്ടിക്ക കാണുമ്പോ എന്തിട്ടാ അല്ലേ? ഇതൊക്കെ ജാതി രസം വണ്ടികളല്ലേ, ഇതൊക്കെ കണ്ടിട്ട് എർട്ടിക്ക കാണുമ്പോ അയ്യേ എന്നുള്ളൊരു തോന്നല് വരും ഇല്ലേ? എർട്ടിക്ക ഒരു വിക്ടാർ വലിപ്പുണ്ട്. പക്ഷെ സ്കോർപിയോന്റെ ഈ എന്താ പറയാ മഹീന്ദ്രയുടെ വണ്ടികൾ കണ്ടു കഴിഞ്ഞാൽ വേറെ വണ്ടികളൊന്നും എടുക്കില്ല കേട്ടോ. അതാ ഒരു വലിയ സംഭവമാണ്. വേറെ വണ്ടികളില്ലാന്ന് ഈ സെഗ്മെന്റിലൊന്നും, ഇതേ സെയിമിൽ വേറെ വണ്ടികളില്ല. അതാണ് ഇതിന്റെ ഒരു ഗുണം. ഈ സീറ്റ് മടക്കിയിടാൻ പറ്റുവാണോ? സെൻട്രൽ സീറ്റ് നോക്കിയോട്ടെ. ഇതേ ഇറങ്ങി വാ, ഇനി അടുത്ത വണ്ടിയിൽ കയറിയിരിക്കാം. ഇത് കേടായാലും പേടിക്കണ്ട കേട്ടാ. അതിന് അവിടെ കെട്ടി വലിക്കാനുള്ള ഒരു കുളത്ത് അവിടെ റെഡിയാ. നമുക്കാണെങ്കിൽ എപ്പോഴും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് അതിനകത്ത് അല്ലേ? നമ്മളെപ്പോഴും കെട്ടി വലിച്ച് കൊണ്ട് പോകേണ്ടി വരും. ഇതിന് ഡ്രൈവർ സീറ്റിലൊന്നും ഈ സീറ്റ് മടക്കാൻ പറ്റില്ല കേട്ടോ, അത് തീരുമാനമായി. ഡ്രൈവർ സീറ്റിൽ ഞാനൊന്ന് കയറിയിരുന്നോട്ടെ. എന്താ പോന്നോ, ഇതാ അതിനും വലിയ രസാട്ടോ. ഇത് മൊത്തം കാണാല്ലേ? ഇതാ അപ്പാര രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ. അതല്ലെങ്കിൽ സ്കോർപിയോ ബെസ്റ്റ് വണ്ടിയാ. സ്കോർപിയോ എന്നിനേക്കാളും സൂപ്പർ പഴയ സ്കോർപിയോ. അതൊന്നുമില്ല, കാലം കഴിഞ്ഞ് പുതിയ വണ്ടിയല്ലേ രസം. അതെനിക്ക് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്കോർപിയോ എന്നിന്റെ ഡാഷ്ബോർഡിന് ഉള്ളിൽ കയറുമ്പോ ഈ ബോണറ്റ് പൊങ്ങി നിൽക്കുന്നുണ്ട്. ബോണറ്റ് താന്നല്ല നിൽക്കണം, അതുകൊണ്ട് കാണാമെന്ന് മൊത്തം എന്തായാലും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിന് മൈലേജ് കുറവല്ലേ? മൈലേജ് 12 അത്രയ്ക്ക് കിട്ടുള്ളൂ. ഈ മോഡൽ വണ്ടിക്ക് അത്രയ്ക്ക് കിട്ടുള്ളൂ. ഒരു 9 ടച്ച് സ്ക്രീൻ ഉണ്ട്, കൺട്രോൾ AC ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, പിന്നെ വൈപ്പർ ബാക്ക് ഉണ്ടല്ലേ, ബാക്ക് വൈപ്പറും ഉണ്ട്, ഫ്രണ്ട് വൈപ്പറും ഉണ്ട്, ക്രൂയിസ് കൺട്രോള് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, പിന്നെ പെട്രോൾ ടാങ്കിൻ്റെ ഇത് മിറർ അഡ്ജസ്റ്റബിൾ ഫോൾഡബിൾ അല്ല കേട്ടോ മിറർ. പിന്നെ എന്തൊക്കെയാ, പിന്നെ ഗിയർ 6 ഗിയർ 6 ഗിയർ ഉണ്ട് കേട്ടോ. ഇതിന് 6 ഗിയറും ഉണ്ട്, റിവേഴ്സും ഉണ്ട്. അപ്പോൾ 7 എണ്ണമായി. പിന്നെ AC യുടെ വെന്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇവിടെ മുകളിലൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു ഉഷ്ണമൊക്കെ വരും. പക്ഷെ വണ്ടി കലക്കന എത്ര 6 ടയർ പേര്. പിന്നെ ഇതിന്റെ ഡാഷ്ബോർഡ് സാധനങ്ങളൊക്കെ അടിപൊളിയാക്കി, സൂപ്പറായി അല്ലേ? ഫിനിഷിംഗ് ഉണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. ഇനി നമുക്ക് ആ വണ്ടിയിൽ കയറിയിരിക്കാം. നെക്സ്റ്റ് അട്രാക്ഷൻ തഥാ. താക്കോല് തന്നു പോയോ? വണ്ടി മേടിച്ചിട്ടൊന്നുമില്ല. ഇവിടെ നിന്ന് ബാക്കിൽ നിന്ന് മോടി കാണാം സ്കോർപിയോ. എന്തിനാ ഈ ഡോറ്? ഇവിടെ എന്തിനാ ഡോറ്? ഇവിടെ ഡോറെന്ന് പറഞ്ഞാൽ ഇവിടെ ഡിക്കി ബൂട്ട് സ്പേസ് ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ, തീരെയില്ല അല്ലേ? ഇതിപ്പോ നമ്മള് നേരത്തെ അതിന്റെ ഉള്ളിൽ കണ്ട സെയിം പോലെ തന്നെയാ, തീരെ സ്പേസ് ഇല്ല വണ്ടിയില്. പിന്നെ അത് തന്നെയല്ല, ഈ സീറ്റ് അതിന്റെ പോലെ ഫേസ് ടു ഫേസ് നല്ലത്. ഇതാകുമ്പോ തീരെ സ്പേസ് ഇല്ലാത്ത പോലെ തോന്നുക. പിന്നെ അതൊരു ഇടുങ്ങിയ ഫീൽ ഉണ്ട്, അതിനൊരു വിശാലത ബാക്കില് അല്ലെ? ഇവിടെ ഒക്കെ നടത്തുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇത് നോക്കി ഇവിടെ ഒരു കുഞ്ഞു പെട്ടിക്കൂട് പോലെ അവസാനം വന്നപ്പോ. എന്നാലും നോക്കാം നമുക്ക് ഉള്ളിലേക്ക്. സീറ്റിന്റെ ഒക്കെ ഫിനിഷിങ് പറ്റാട്ടോ, ലെതർ സീറ്റ്, ലെതർ സീറ്റ്. പക്ഷേ ഒരു കേസിന്റെ ഇപ്പഴത്തെ പുതിയ സ്കോർപിയോ അവിടെ കിടക്കണില്ലേ ക്ലാസിക്, അതിന്റെ ഇതിന്റെ ഉള്ളില് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ കേട്ടോ. അതേ നോക്കിയേ, അതും പുറമേക്കുള്ള കാണാനുള്ള അതെ ഇത് നോക്കിയേ. ഇതിന്റെ ഇപ്പൊ ഡാഷ്ബോർഡും അതിന്റെ ഡാഷ്ബോർഡും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ കൊടുക്കുന്ന വിലയിൽ വെച്ചിട്ടുള്ള സംഭവം ഈ കൺസോളും സംഭവങ്ങളൊക്കെ പൊരിയാണ്. ഇതിന്റെ നോക്കണ്ട, വ്യത്യാസമുണ്ട് ഗൈസ്, പറഞ്ഞത് തെറ്റിപ്പോയി. ഇതിന് സൺറൂഫ് ഉണ്ട്, സൺറൂഫ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് മൈക്കാണ് കേട്ടോ, മറ്റേ ബ്ലൂടൂത്തിൻ്റെ മൈക്ക്. പിന്നെ ഇവിടെയൊക്കെ ലെതറിൻ്റെ ആണ്
ഫിറ്റിങ്സ് സാധനം. പിന്നെ തൈ സപ്പോർട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ സൈഡ് ഷോൾഡറല്ല എന്നിട്ട് പറയുക പള്ളവശമൊക്കെ ഇല്ലേ, അതൊക്കെ നല്ലൊരു സപ്പോർട്ട് കിട്ടും. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു എ സിയുടെ വെൻ്റ് ഉണ്ട്. മുകളിൽ എവിടെയും കാണുന്നില്ല എ സിയുടെ വെൻ്റ്. സ്പീക്കർ ആ മൂലയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്നിട്ട് ഇവിടെ നമ്മുടെ ഒരു ഇത് തൂക്കിയിടാനുള്ളത്, ഷർട്ടൊക്കെ തൂക്കിയിടാനുള്ളത്, കോട്ടൊക്കെ തൂക്കിയിടാനുള്ളൊരു സംഭവമുണ്ട്. പവർ വിൻഡോൻ്റെ ഒരു ഇറങ്ങി പോകുന്നത്. ഓൺ ചെയ്തിട്ട് പോയിക്കണം ചേച്ചിയും ചേട്ടനും. പിന്നെ എന്തിട്ടൊക്കെയാണ് വേറെ വ്യത്യാസങ്ങൾ. പിന്നെ അല്ലറ ചില്ലറ ഇതിലിപ്പോൾ വേറെ ഒന്നുമില്ല. അതിങ്ങനെ ഒരു ഫിനിഷിംഗ് ഒക്കെ വ്യത്യാസമുണ്ട്. ഡോറിൻ്റെ ഒക്കെ ഇതൊക്കെ ജാതി ബോൾഡർനെസ് ഫീൽ ചെയ്യും. എ സിയുടെ വെൻറ്റും ഇവിടെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഗ്ലോ ബോക്സ് ആണോ ഇതിൽ എ സിയുടെ ഇതുണ്ടോ? ഇല്ല അല്ലേ. അടിയിൽ ഇനി വേറെ ഉണ്ടോ? ഇല്ല. ഓ ഇത് കയറിയിരുന്നു ഗൈസ്. ഇതേ സ്കോർപ്പിയോ എന്ന് ഭയങ്കര സാധനമാണ്. അപ്പൊ ഞാൻ മുന്നിലേക്ക് പറ്റാം, ഡ്രൈവർ സീറ്റിലേക്ക്. സോണിയുടെ ഒന്നുണ്ടല്ലോ എക്സ്യുവിനെക്കാളും ഫീൽ ഉണ്ട്. എക്സ്യുവിനെക്കാളും ഫീൽ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് സ്കോർപ്പിയോ എന്നില്ല. ഒന്നുകൂടി നോക്കട്ടെ ഞാൻ. നമുക്ക് ഓടിക്കാനുള്ള വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം ഫ്യൂവൽ അടിച്ചിട്ട് നമുക്ക് ഓടിക്കാം. വണ്ടി ഓടിക്കൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊളായി കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മോദിയുടെ പരിപാടി കാരണം ഇവിടെ ട്രയൽ റൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഫുള്ള് ബ്ലോക്കിൽ പിടിച്ചിട്ട് ഞാൻ 1 മണിക്കൂറായി ബ്ലോക്കിൽ കിടക്കും. പെട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ടു. ഇതൊന്നും ചെയ്യാനില്ല, ഇവിടെ കിടക്കുക തന്നെ. സംഭവം വണ്ടി ഓടിച്ചു നോക്കി. ശരിക്കും പറഞ്ഞാൽ താറ് ഭയങ്കര ഒരു ഓഫ് റോഡാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതും സ്മൂത്ത് ലേശം കുറവാണ്. നമ്മുടെ 700 പോലെ അത്ര സ്മൂത്തല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇത് ഓടിച്ചു. ഇതിൻ്റെ വിവരങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് ഉള്ളിൽ പോയി സംസാരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി സംസാരിച്ചു. കാര്യങ്ങളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു വണ്ടി ഈ കൊല്ലത്തെ വണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കൊല്ലത്തെ വണ്ടി വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അടുത്ത കൊല്ലത്തേക്കുള്ള സംഭവത്തിലുള്ള വണ്ടി വരുന്ന സമയത്ത് പ്രൈസും കാര്യങ്ങളൊക്കെ മാറും. ആ സമയത്ത് വിളിക്കാതെ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര വ്യത്യാസം വരും എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ എത്ര 15, 10 അത്രയും കണ്ട പറഞ്ഞിട്ടില്ല. അത് 10-40,000 രൂപ കൊണ്ട് കൂടെ 15-50 അടുത്ത കണ്ടാണ് 2 വീൽ ഡ്രൈവ് വണ്ടിക്ക് വരിക എന്നാണ് പറഞ്ഞ കാറ് ഫുൾ ഓപ്ഷൻ. അപ്പം അതാണ് ഇപ്പോൾ നോക്കിയിട്ട് തോന്നിട്ടുള്ളത്. പക്ഷേ അതിനേക്കാളൊക്കെ നിതയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ള ഗ്രാൻഡ് വിറ്റാറയാണല്ലേ. പിന്നെ അതുപോലെ മറ്റേ ഇതും സ്കോർപ്പിയോയും സംതൃപ്തിയല്ല. ഓടിച്ചിട്ട് അങ്ങനെ 100% സംതൃപ്തിയല്ല. ശരിക്കും ഗ്രാൻഡ് വിറ്റാറെങ്കിലും ഒന്ന് ഓടിച്ചു നോക്കട്ടെ. അതിന് ശേഷം നമ്മൾ ഫുള്ള് തീരുമാനം എടുക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി നിർത്തി നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഇറങ്ങി ഓരോന്ന് നോക്കുന്നതായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുക്കുന്നവരെ നമ്മൾ അന്വേഷിച്ചിട്ട് വണ്ടി എടുക്കാൻ ഓടിച്ചു വണ്ടി എടുക്കല്ല. നമുക്ക് വണ്ടികളോട് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് എല്ലാം ഒന്ന് ഓടിച്ച് നോക്കി എടുക്കുമ്പോൾ സംതൃപ്തി കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടുത്തെ പരിപാടി, അതായത് എനിക്ക് തോന്നുന്നു മഹേന്ദ്രയിലത്തെ പരിപാടി അവസാനിപ്പിച്ചു. മാരുതി ഷോറൂമിലും പോയി ഹുണ്ടായിയുടെ ഹുണ്ടായിയുടെ വെറുതെ പോയതാണ്. ഹുണ്ടായിയുടെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കിയയുടെ ഷോറൂം. കിയയ്ക്ക് 2-3 വണ്ടിയുണ്ട്, സെൽറ്റോസ് അങ്ങനെയുള്ളത്. പക്ഷെ അതൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ആകെ താല്പര്യമുള്ളത് ഇപ്പോൾ ഇനിയിപ്പോൾ അർബൻ ക്രൂയിസറായിരുന്നു. അത് പറ്റിയ താറ് ടോയ് ചെയ്ത് കൊണ്ടുണ്ടല്ലോ. ഇതേവരെ കാണാത്തൊരു സംഭവം. താറ് ഇങ്ങനെ ഉണ്ടാവണതല്ലല്ലോ, എന്ത് പറ്റിയാണാവോ. അപ്പോൾ നിലവിൽ അർബൻ ക്രൂയിസർ ഹൈ റൈഡറും നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഗ്രാൻഡ് വിക്ടാറാണ്. അതിനെക്കുറിച്ച് നാളെ അതൊന്ന് ഓടിച്ച് നോക്കാം. എന്നിട്ട് അതൊക്കെയാണ് പരിപാടി. അപ്പം നാളെ ഇല്ല, നാളെ പറ്റുകയാണെങ്കിൽ നാളെ പോകും. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും ബിസി ഇല്ലാതെ ചെയ്യാനേ പറ്റുള്ളൂ. അത് തന്നെ മൊത്തം ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്ലോക്കിൻ്റെ ചെയ്യാൻ ഞങ്ങൾ പോകും. അപ്പോൾ ക്രോസ് ചെയ്യാനായിട്ട് കുറച്ച് നേരമായി നിൽക്കണം. അപ്പോൾ നിറച്ചും പോലീസുകാരെ കളിയാണ്. അപ്പോൾ നമുക്ക് നേരെ ചാടുണ്ടോ വേണ്ട, ഓടണ്ടോ വേണ്ട, വണ്ടികൾ പോട്ടെ. ഓടിയിട്ട് വണ്ടി ഇടിച്ച് ചത്തിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ വരണ്ട. വണ്ടിയുടെ അടിയിൽ തവള വെട്ട പോലെയാവും അവസാനം. ഈ സ്കൂട്ടർ കഴിഞ്ഞ് ഓടിക്കോ. നിക്ക് സ്കൂട്ടർ പോട്ടെ, അതിന് മുന്നേ ഓടാണ്. ഇനി ഓടിക്കണം. അപ്പം അങ്ങനെ നമ്മുടെ കാർ ഇതേ കിടക്കണു. അപ്പോൾ ഇതിൽ കയറി ഇനിയിപ്പോൾ നേരെ നീതയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ വീണ്ടും ഇവിടുന്ന് അടുത്ത സ്ഥലങ്ങളിലേക്ക് വണ്ടി നോക്കാൻ കിടക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അയ്യോ ബൈ പറയുമ്പോൾ ഇപ്പൊ ക്യാമറ കൊണ്ട് പോയതേ. അപ്പോൾ കൈ നീട്ടിയ വഴിക്കില്ലേ വണ്ടികൾ പടപടേന്ന് പറഞ്ഞ് വന്നേ. അപ്പോൾ ഓക്കെ ബൈട്ടാ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വന്ന് കയറുന്ന ഒരു കടയാണ് കേട്ടോ. ആൽത്തറ തട്ടുകട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടനല്ലൂര് അല്ലേ. അപ്പോൾ ആൽത്തറ തട്ടുകടയിൽ എന്തൊക്കെ ഫുഡാണ് എന്നുള്ളത് ഞാൻ കഴിച്ചിട്ടുണ്ട്. തലക്കറി മുതൽ സകല സാധനമുണ്ട്. ഇന്ന് നിതയ്ക്ക് മേടിച്ചു കൊടുക്കാൻ പോവാണ്. നിതയ്ക്ക് എന്താ മേടിച്ച് തരണ്ടേ? എന്താ നോക്കാ, ഞാൻ ആദ്യമായിട്ട് കയറണമെങ്കിൽ. അപ്പം നേരെ അങ്ങോട്ട് പോയിട്ട് എന്താ കിട്ടുക നോക്കാം. ഇറങ്ങ വാ. ഞാനിവിടെ പല പ്രാവശ്യം വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ആൽത്തറ ഹോട്ടല്.
അപ്പം എനിക്കൊരാഗ്രഹം ആൽത്തറ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പൊറോട്ട പറഞ്ഞു, നീത എന്ത് പറഞ്ഞു, കപ്പ പറഞ്ഞു, പിന്നെ ബീഫ് പറഞ്ഞു. സ്പൂൺ വേണ്ട, സ്പൂൺ വേണമെങ്കിൽ മാറ്റി വയ്ക്കേ, ബീഫ് ഇടാലോ. അപ്പം എന്തായാലും ഈ ആൽത്തറ ഹോട്ടലിലത്തെ ബീഫും ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്, പൊറോട്ടയും കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പുതുമയില്ല. നീതയ്ക്കാണ് ഈ എന്താ പറയുക നമ്മുടെ കൊള്ളി എങ്ങനെയുണ്ട്, അടിപൊളിയാണോ അല്ലെങ്കിൽ എന്നൊക്കെ പറയേണ്ടതും അതുപോലെ തന്നെ ബീഫ് അടിപൊളിയാണോ എന്നൊക്കെയുള്ളത് പറയേണ്ടത്. കഴിക്കും. സൂപ്പർ. ബീഫോ കഷ്ണം എടുക്കാൻ നല്ല അറിയുള്ളൂ. അടിപൊളി. പൊറോട്ട കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. ഞങ്ങൾക്ക് തിന്നിട്ടുള്ളത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. രണ്ടും ഞാൻ കഴിച്ചപ്പോൾ അടിപൊളിയാണ് കേട്ടോ.